മന്ത്രി വീണ ജോർജിനെ KSUക്കാർ തല്ലിക്കൊല്ലാറാക്കി. എന്ത് കഷ്ടമാണിത്! ഒരു മന്ത്രിക്ക് പോലും രക്ഷയില്ലത്രേ. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ICUയിലിട്ടു. അവിടുത്തെ ഐസ് പോരാഞ്ഞ് വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. നമ്മൾക്ക് വീണ ജോർജിനെ മാരകമായി പരിക്കേൽപ്പിക്കുന്ന വീഡിയോ ഒന്ന് കാണാം. പ്രതിഷേധക്കാരെ പിടിച്ചുകൊണ്ടുപോയതിനു ശേഷവും വീണ ജോർജിന് കുലുക്കമൊന്നുമില്ല. അവർക്ക് അപകടം പറ്റിയ ലക്ഷണങ്ങളുമില്ല. കണ്ടല്ലോ, അതിലാരാണ് ഇവരുടെ ശരീരത്തിൽ തൊടുന്നത്? ആരും തൊടുന്നുമില്ല. ആർക്കും തൊടാനും കഴിയില്ല. നൂറുകണക്കിന് പോലീസുകാരുടെ സംരക്ഷണത്തിലാണവർ. എന്നാലും സമ്മതിച്ചിട്ടോ? പോലീസുകാരുടെ ചങ്ങലയിൽ കിടന്നും നല്ല ശൗര്യമുള്ള വേട്ടപ്പെട്ടിയെ പോലെ KSUക്കാർക്ക് നേരെ ചാടുന്നത് കണ്ടില്ലേ? ആ ചാട്ടത്തിൽ പോലീസുകാരുടെ കയ്യോ കാലോ തട്ടി വല്ല ഒടിവോ ചരിവോ ആയാലായി. അത്രയേ ഉള്ളൂ അവർക്ക്. അതല്ലാതെ ബാക്കിയെല്ലാം വെറും ഡ്രാമയാണ്, ഒരു പൊളിയൻ ഡ്രാമ. അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരെ ആക്രമിക്കുന്ന വീഡിയോ ഇതുവരെ പുറത്തു വന്നില്ല? എനിക്കൊന്നേ പറയാനുള്ളൂ, നാടകം കളിക്കാം, പക്ഷേ ഇല്ലാക്കഥ പറഞ്ഞ് ബഹളി പിടിച്ച് നിൽക്കുന്ന അണികളെ പ്രാന്തിലൊക്കെ അക്രമത്തിലേക്ക് ഓടിക്കരുത്. ഈ നാടകം അതിനെ സഹായിക്കും. അത് രാജ്യത്തിന് ഗുണമുള്ള കാര്യമല്ല. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കെതിരെ നിങ്ങളുടെ പ്രവർത്തകർ കാട്ടിയ സമരത്തോളം വരില്ല ഇത്. ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ് മുറിവേൽപ്പിച്ചവരാണ് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നതേ ഇവർ ചെയ്യുന്നുള്ളൂ. ഒരു മൂന്നാം ഭരണത്തിന് വേണ്ടിയാണ് ഈ നാടകമെങ്കിൽ ജനങ്ങൾ വിഡ്ഢികളല്ല.